വരിയിൽ വളരെ സന്തോഷം. നിങ്ങളുടെ ഇന്ററാക്റ്റീവ് ലേണിങ്ങിന്റെ ഒരു പാർട്ടാണ് പരിപാടികൾ. എനിക്ക് തോന്നുന്നത് ഈ പുതിയ നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ ഈ ഏറ്റവും പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ഇന്ററാക്റ്റീവ് ലേണിങ്ങിന്. ഒരു പാസീവ് ലിസണേഴ്സ് അല്ല, വളരെ കാര്യക്ഷമമായി ആശയങ്ങളെ എല്ലാ വിധത്തിലും സമീപിക്കുന്ന ഒരു ലേണിംഗ് പാറ്റേൺ ആണ് ഇന്ററാക്റ്റീവ് ലേണിംഗ്. അതിനെ നിങ്ങളൊരു തീം സെൻറ്റേർഡ് ഇന്ററാക്റ്റീവ് ലേണിംഗ് ആണ് ഇവിടെ നടക്കുന്നതെന്ന് എനിക്കറിയാം. അതിൽ വളരെ ഷെയറിങ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലേ? നമ്മൾ പറയാറുണ്ട്, സന്തോഷം നമ്മൾ ഷെയർ ചെയ്താൽ വർദ്ധിക്കും, ദുഃഖം നമ്മൾ ഷെയർ ചെയ്താൽ അത് കുറയും എന്ന് പറയുന്നത്. അത് തന്നെ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കൊരു ഇതിനു മുമ്പ് നിങ്ങൾ പരസ്പരം കോണ്ടാക്റ്റിലുള്ളവരായിരുന്നു. കുറച്ച് പേര് ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബം പോലെ ആയിട്ടുണ്ട്. അതാണ് ഈ ഒരു നമ്മൾ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ഉള്ളവർ വന്ന് ഇതുപോലെയുള്ള ഒരു വർക്ക്ഷോപ്പിൽ പങ്കെടുക്കുമ്പോൾ അതിന്റെ അവസാനത്തെ എനിക്ക് തോന്നുന്ന റിസൾട്ട് ആയിട്ടുള്ളത് നിങ്ങളൊരു കുടുംബമായി ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അതേസമയം ചിലരൊക്കെ വളരെ ഹെവി ഹാർട്ടുമായി വന്നവരായിരിക്കും. അവരിപ്പോ ലൈക്ക് ഇല്ല, വളരെ ലൈറ്റായിട്ട് ഇല്ലേ, വളരെ കാമായിട്ട് പോകാനായിട്ട് സാധിക്കുന്നു. അപ്പൊ അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഒരു തടസ്സവും ഇല്ലാതെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പൊ വിഷയമായിരിക്കാം, അതോടുകൂടി നിങ്ങളുടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് കൂടെ കടന്നു വരും. ആ എലമെന്റ് ആണ്. അതായത് ഒരു തീം ബേസ്ഡ് ആണ് നിങ്ങൾ ചർച്ച ചെയ്യുന്നെങ്കിലും ഇവിടെ പ്രകാശിപ്പിക്കപ്പെടുന്നത് നിങ്ങളുടെ വ്യക്തിപരമായ അനുഭവങ്ങളും അതിന്റെ തലങ്ങളുമാണ്. അപ്പൊ അതിൽ ചിലപ്പം ദുഃഖതലങ്ങൾ കാണും, ചിലപ്പോൾ വളരെ സന്തോഷകരമായത് കാണും, വളരെ നമുക്ക് അച്ചീവ് ചെയ്യാവുന്ന മേഖലകൾ കാണും, നമ്മളെ ഒത്തിരിയേറെ താഴേക്ക് കൊണ്ടുപോകുന്നത് കാണും. പക്ഷെ ഇതെല്ലാം ഷെയർ ചെയ്ത് കഴിയുമ്പോൾ ഇതെല്ലാം ഒരു കോമൺ ആയിട്ടുള്ള ഒരു എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ് എന്നുള്ള ഒരു തലത്തിലേക്ക് വരും എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഇത് തുടർന്ന് നിങ്ങളിങ്ങനെ കൂടാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത് ഒരു സമൂഹത്തിന്റെ പുതിയ ക്രമം അന്വേഷിക്കുക എന്നുള്ള സമൂഹത്തിന്റെ ഒരു താല്പര്യമാണ്, സ്വഭാവമാണ്. എന്ന് പറഞ്ഞാൽ ഒരേ പാറ്റേണിൽ തന്നെ ഇങ്ങനെ പോകുന്നതിനോടുള്ള ഒരു വിപ്രതിപത്തി, താല്പര്യമില്ലായ്മ എപ്പോഴും പ്രകടമാണ്. അപ്പൊ ഒരു പുതിയത്, പക്ഷെ പുതിയത് എന്ന് പറയുമ്പോൾ അത് ഒരു മൂല്യങ്ങളെ മറന്നുകൊണ്ടുള്ളതല്ല. വി ഷുഡ് ബേസ് ഓൺ വാല്യൂസ്. ആ വാല്യൂസിൽ നിന്നുകൊണ്ട് പുതിയ എക്സ്പീരിയൻസ് ഉണ്ടാക്കാവുന്ന, കുറെ കൂടിയൊക്കെ ഒരു തുറവിയിലേക്ക് വരാൻ പറ്റുന്ന. പ്രത്യേകിച്ച് ഇന്ന് ഒത്തിരി ഡിവൈഡഡാ, വി ആർ ടു മച്ച് ഡിവൈഡഡ് പൊളിറ്റിക്കലി. അതെ, പൊളിറ്റിക്കലി, റിലീജിയസ്ലി. അപ്പൊ അത് വളരെ തീവ്രമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ അത് നമ്മുടെ ഇന്ത്യൻ കൾച്ചറിന്റെ ഒരു ഭാഗമാണ്. അത് മാറി വരുന്നുണ്ട് എന്ന് പറഞ്ഞാലും തിരിച്ച് അതിനെ ഒന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ചില നമ്മളെ ബോണ്ടേജുകളുണ്ട്, അതൊക്കെ ഒന്ന് തകർത്തെറിയാൻ വേണ്ടി ഇങ്ങനെയുള്ള വർക്ക്ഷോപ്പുകൾ സഹായിക്കും. അതുകൊണ്ട് ഇത് ഇങ്ങനെയുള്ളത് വളരെ സമാധാനവും സന്തോഷവും പങ്കെടുക്കുന്നവർക്കും അങ്ങനെയുള്ളവരുമായി ബന്ധപ്പെടുന്നവർക്കും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് എപ്പോഴും നല്ലത് തന്നെയാണ്. അത് സമൂഹത്തിന്റെ ഒരു പുനർനിർമ്മിതിക്ക് ആവശ്യമാണ്. ഒരു വിശാലമായ ഉൾക്കാഴ്ച ഉണ്ടാക്കിയെടുക്കുക, എല്ലാവരെയും കൂടെ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഒരു വിശാലത ഉണ്ടാകുക. അതാണ് ഇൻക്ലൂസീവ്. നമ്മൾ ആരെയും പുറത്തേക്ക് കളയുന്നില്ല. വ്യത്യസ്തരാണ് ആൾക്കാർ, പക്ഷെ നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ പ്രതികരിക്കാൻ കഴിയുന്നുണ്ടെങ്കിലും ആ വ്യത്യസ്തതയെ നമ്മൾ മറന്നുകൊണ്ട് നമുക്ക് എന്ത് കോമൺ ആയിട്ട് സ്വീകരിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇങ്ങനെയുള്ള വർക്ക്ഷോപ്പുകളുടെ വിജയം. അത് നിങ്ങൾക്ക് കൈവരിച്ചിട്ടുണ്ട് എന്നാണ്. അത് തുടർന്ന് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ. നല്ല ആശംസകൾ നേരുന്നു. ഇവിടെ ആയിരുന്നതിന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. വീണ്ടും വരിക. തീരുമാനിച്ചു.